ഹായ് എല്ലാ മക്കൾക്കും EVSൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. EVSലെ രണ്ടാമത്തെ ചാപ്റ്ററായ ടു ദ വേൾഡ് ഓഫ് ആനിമൽസിലെ പാർട്ട് 2 ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. പാർട്ട് 1 നമ്മൾ എന്താ പഠിച്ചത്? ഒരുപാട് ക്രിയേച്ചേഴ്സിനെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ? അവരെ മൂവ്മെൻറ്റും ഒക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡൈവേഴ്സിറ്റി ഇൻ ഫുഡാണ്. ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ്, ഇവിടെ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ടല്ലോ. രണ്ട് ഇൻസെക്റ്റ് തമ്മിൽ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ടല്ലേ? എന്താണ് പറയുന്നത്? ആൻഡ്സ് ആൻഡ് സ്മോൾ ഇൻസെക്ട്സ് ആർ മൈ ഫുഡ്. ആരാ പറയുന്നത്? മാൻഡിസ് ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ തൊട്ടടുത്തൊരു ബട്ടർഫ്ലൈ ഉണ്ട്. എന്താ പറയുന്നത്? ഐ ലൈക്ക് ദ സ്വീറ്റ് നെക്ടർ ഓഫ് ഫ്ലവേഴ്സ്. എനിക്ക് ഫ്ലവേഴ്സിലെ തേനാണ് ഇഷ്ടം. ഹാവ് യു റീഡ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ പ്രേയിങ് മാൻഡീസ് ആൻഡ് ബട്ടർഫ്ലൈ? വാട്ട് ഡിഡ് ദേ സേ? അപ്പോൾ നിങ്ങൾ കണ്ടോ ഇവിടെ കോൺവെർസേഷൻ കണ്ടില്ലേ? മാൻഡീസിൻ്റെയും ബട്ടർഫ്ലൈൻ്റെയും അവരെന്താ പറയുന്നത്? അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡിനെ കുറിച്ചാണല്ലേ പറയുന്നത്. ഫൈൻഡ് ഔട്ട് ദ ഫുഡ് ഓഫ് എ ഫ്യൂ അതർ ക്രിയേച്ചേഴ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ. എന്താ പറയുന്നത്? ഇതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ക്രിയേച്ചേഴ്സിൻ്റെ, താഴെ തന്നിരിക്കുന്ന ക്രിയേച്ചേഴ്സിൻ്റെ ഫുഡ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ടേബിളിൽ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്രിയേച്ചർ എന്താണ്? കൗ ആണല്ലേ. കൗവിൻ്റെ ഫുഡ് എന്താണ്? ഗ്രാസും ഗ്രെയിൻസും ആണ് അല്ലേ? ധാന്യങ്ങളും പുല്ലുകളും ആണ് എന്ത് കഴിക്കുന്നത്? കൗ കഴിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? ക്രോ. ക്രോ എന്താ കഴിക്കുന്നത്? ഇൻസെക്ട്സ്, മീറ്റ്, ഫ്രൂട്ട്സ്, ഗ്രെയിൻസ് അല്ലേ? പ്രാണികളെയും ഇറച്ചിയും ഫ്രൂട്ട്സും ഗ്രെയിൻസും ഒക്കെ ആര് കഴിക്കും? ക്രോ കഴിക്കും. നെക്സ്റ്റ് എലിഫൻറ്റ്. ഫ്രൂട്ട്സ്, പാലം ലീവ്സ്, ഷുഗർ കെയിൻ അല്ലേ? ഫ്രൂട്ട്സ് കഴിക്കും. പാലം ലീവ്സ് എന്താണ്? പനമ്പട്ട അല്ലേ? പനമ്പട്ട കഴിക്കും. ഷുഗർ കെയിൻ കരിമ്പ് കഴിക്കും അല്ലേ? നെക്സ്റ്റ് എന്താണ്? സ്ക്യൂറൽ. സ്ക്യൂറൽ എന്താ കഴിക്കുക? ഗ്രെയിൻസും ഫ്രൂട്ട്സും അല്ലേ? ഗ്രെയിൻസ് ധാന്യങ്ങളും ചെറിയ ചെറിയ ധാന്യങ്ങളും ഫ്രൂട്ട്സ് ആണ് ആര് കഴിക്കുക? സ്ക്യൂറൽ കഴിക്കുക. നെക്സ്റ്റ് എന്താണ്? ഹെൻ. ഹെൻ എന്താ കഴിക്കുക? ഗ്രെയിൻസ് ആൻഡ് മീറ്റ് അല്ലേ? ധാന്യങ്ങളും ഇറച്ചിയാണ് എന്ത് കഴിക്കുക? ഹെൻ കഴിക്കുക. നെക്സ്റ്റ് എന്താണ്? ഈഗിൾ. ഈഗിൾ എന്താ കഴിക്കുക? മീറ്റ് അല്ലേ? നെക്സ്റ്റ് എന്താണ്? കിങ് ഫിഷർ. എന്താ കഴിക്കുക? ഫിഷ് അല്ലേ? ഫിഷിനെയാണ് കിങ് ഫിഷർ കഴിക്കുക. നെക്സ്റ്റ് ഫ്രോഗ്. ഫ്രോഗ് എന്താ കഴിക്കുക? ഇൻസെക്റ്റ് അല്ലേ? ഇൻസെക്റ്റിന് പ്രാണികളൊക്കെയാണ് ആര് കഴിക്കുക? ഫ്രോഗ് കഴിക്കുക. നെക്സ്റ്റ് നമുക്ക് പാരറ്റ് കൊടുക്കാം. പാരറ്റ് എന്താ കഴിക്കുക? ഫ്രൂട്ട്സ് കഴിക്കും, വെജിറ്റബിൾ കഴിക്കും, ഗ്രെയിൻസ് കഴിക്കും, ചെറിയ ചെറിയ ഇൻസെക്റ്റിനെയും കഴിക്കും കേട്ടോ പാരറ്റ്. നെക്സ്റ്റ് നമുക്ക് ലയൺ എഴുതാം. ലയണ് എന്താ കഴിക്കുക? മീറ്റാണ് അല്ലേ? മൃഗങ്ങളൊക്കെ കൊന്ന് അതിൻ്റെ ഇറച്ചിയാണ് ആര് കഴിക്കുന്നത്? ലയൺ കഴിക്കുന്നത്. അപ്പോൾ ലയൺ മീറ്റ്. നെക്സ്റ്റ് എന്താണ്? താഴെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. വിച്ച് എമംഗ് ദ ക്രിയേച്ചർ ഈറ്റ് ഓൺലി ദ പാർട്സ് ഓഫ് പ്ലാന്റ്? എന്താണ്? പ്ലാന്റിൻ്റെ പാർട്സ് മാത്രം കഴിക്കുന്നത് ആരൊക്കെയാണ്? കൗ, എലഫൻറ്റ്, സ്ക്യൂറൽ. നെക്സ്റ്റ് എന്താണ്? വിച്ച് ദ ക്രിയേറ്റർ ഈറ്റ് ഓൺലി മീറ്റ്? മീറ്റ് മാത്രം കഴിക്കുന്നത് ആരൊക്കെയാണ്? ഈഗിൾ, കിങ് ഫിഷർ, ലയൺ. വിച്ച് ക്രിയേച്ചർ ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്? എന്താ പറയുക? പ്ലാന്റ്സും മീറ്റും കഴിക്കുന്നത് ആരൊക്കെയാണ്? ക്രോ, hen, frog, parrot. The creature which eat only plant parts are called herbivores. Plant parts മാത്രം കഴിക്കുന്ന ക്രിയേച്ചേഴ്സിനെ നമ്മൾ ഹെർബിവേഴ്സ് എന്ന് പറയും. The creature which eat only meat are called carnivores. എന്താ പറയുക? നമ്മൾ മീറ്റ് മാത്രം കഴിക്കുന്ന ക്രിയേച്ചേഴ്സിനെ കാർണിവേഴ്സ് എന്നാണ് പറയുന്നത്. Omnivores are creature that eat both plants and meat. എന്താ പറയുന്നത്? പ്ലാന്റ്സും മീറ്റും കഴിക്കുന്ന ക്രിയേച്ചേഴ്സിനെ നമ്മൾ ഒംനിവേഴ്സ് എന്ന് പറയും. കളർ ദ സർക്കിൾസ് ഇൻ ദ ബോക്സ് അക്കോർഡിംഗ് ടു ദ ക്ലൂസ് ഗിവൺ. എന്താ പറയുന്നത്? കാർണിവേഴ്സിന് യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓംനിവേഴ്സിന് ഗ്രീൻ കളർ, ഹെർബിവേഴ്സിനോ റെഡ് കളർ. നെക്സ്റ്റ് എന്താണ്? ഇവിടെ ഒരുപാട് ക്രിയേച്ചേഴ്സിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ കാർണിവേഴ്സ് ഏതാണ്, ഓംനിവേഴ്സ് ഏതാണ്, ഹെർബിവേഴ്സ് ഏതാണെന്ന് കണ്ടെത്താനാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? കൗ ആണല്ലേ? കൗ എന്താണ്? ഒരു ഹെർബിവേഴ്സ് ആണല്ലേ? പ്ലാന്റ്സ് മാത്രമാണ് കഴിക്കുന്നത്. നെക്സ്റ്റ് ഡിയർ. ഡിയറും എന്താണ്? കൗനെ പോലെ എന്താണ്? ഹെർബിവേഴ്സ് ആണ്. ഹെൻ എന്താണ്? ഒരു ഓംനിവേഴ്സ് ആണ്. ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ് അല്ലേ? നെക്സ്റ്റ് ടൈഗർ. ടൈഗർ എന്താണ്? കാർണിവേഴ്സ് ആണ്, മീറ്റ് മാത്രമാണല്ലേ കഴിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? ഫ്രോഗ്. ഫ്രോഗ് എന്താണ്? ഒരു ഓംനിവേഴ്സ് ആണ്. നെക്സ്റ്റ് ഒരു ഫ്ലൈ ഉണ്ട് അല്ലേ? ഫ്ലൈ എന്താണ്? ഒരു ഹെർബിവേഴ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് ബഫല്ലോ. ബഫല്ലോ എന്താണ്? ഹെർബിവേഴ്സ്. അപ്പോൾ റെഡ് കളർ കൊടുക്കുക. നെക്സ്റ്റ് ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ ഒരു ഹെർബിവേഴ്സ് ആണ്, അപ്പോൾ റെഡ് കളർ. റാറ്റ് ആണ് നെക്സ്റ്റ്. റാറ്റ് എന്താണ്? ഒരു ഹെർബിവേഴ്സ് ആണ്, അപ്പോൾ അതിന് എന്ത് കളർ കൊടുക്കണം? റെഡ് കളർ കൊടുക്കണം. ലാസ്റ്റ് വൺ എന്താണ്? ലിസാർഡ് അല്ലേ? ലിസാർഡ് എന്താണ്? ഒരു കാർണിവേഴ്സ് ആണ്, അപ്പോൾ അവിടെ യെല്ലോ കളർ കൊടുക്കുക. നെക്സ്റ്റ് കംപ്ലീറ്റ് ദ ലിസ്റ്റ് ബൈ ആഡിങ് മോർ നെയിംസ് ഓഫ് അനിമൽസ്. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഹെർബിവോഴ്സ്, കാർണിവേഴ്സ്, ഓംനിവേഴ്സ് എന്ന് എഴുതിയിട്ട് അതിൽ ഹെർബിവോഴ്സിലും കാർണിവേഴ്സിലും ഓംനിവേഴ്സിലും ആഡ് ചെയ്യാൻ പറ്റിയ
ആനിമൽസിൻ്റെ നെയിം ഇവിടെ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹെർബിവോഴ്സിൽ ഏതാണ്? ഇവിടെ കൗ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന ഹെർബിവോഴ്സ് വേറെ ഏതൊക്കെയാണ് ആനിമൽസ്? സീബ്ര, ഡിയർ, ഹോഴ്സ്, ഗോട്ട്, കൗ ആൻഡ് എലിഫൻറ്റ്. നെക്സ്റ്റ് എന്താണ്? കാർണിവോഴ്സ് ആണല്ലേ, മീറ്റ് മാത്രം കഴിക്കുന്നത്. ഏതൊക്കെയാണ്? ലയൺ, കിങ് ഫിഷർ, ടൈഗർ, ഫോക്സ്, ചീറ്റ ആൻഡ് ഈഗിൾ. നെക്സ്റ്റ് എന്താണ്? ഓംനിവേഴ്സ് അല്ലേ, ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ഒരു ക്രോ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ക്രോ. നെക്സ്റ്റ് എന്താണ്? ഇനി പിഗ്, ബെയർ, hen, frog and dog. Okay. Is there any connection between the body features of creature and their food habits? What is your opinion? Right. എന്താണ് പറയുന്നത്? ഇവരെ ബോഡി ഫീച്ചേഴ്സും എന്താ പറയുക ഫുഡ് ഹാബിറ്റും സെയിം ആണോ ഓരോ ആനിമൽസിൻ്റെയും? യെസ് അല്ലേ, ബോഡി ഫീച്ചേഴ്സും ഫുഡ് ഹാബിറ്റും തമ്മിൽ എന്താണ് ഒരു റിലേഷൻ ഉണ്ട് അല്ലേ. ഇവർക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ എന്താണ് ഓരോ ബോഡി ഫീച്ചേഴ്സ് വേണം. അതെന്താണ് ആനിമൽസിനൊക്കെ ഉണ്ടാവും. ഒബ്സർവ് ദ പിക്ചേഴ്സ്. വിച്ച് ബോഡി പാർട്സ് ഓഫ് ദി ക്രിയേച്ചർ ഹെൽപ്പ് ദം ടു ക്യാച്ച് ദെയർ പ്രേ ആൻഡ് ഈറ്റ് ഇറ്റ്? ഹൗ? ഇവിടെ തന്നിരിക്കുന്ന പിക്ചേഴ്സ് എല്ലാവരും ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് എന്താണ് അവരുടെ ഏത് ബോഡി പാർട്സ് ആണ് അവരെ എന്താ പറയുക അവരെ ഇരയെ പിടിക്കാൻ സഹായിക്കുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഡക്കാണല്ലേ. ഡക്കിൻ്റെ ബീക്ക് കൊക്ക് ഉപയോഗിച്ചിട്ടാണ് എന്താണ് അത് കൊത്തി കൊത്തി കഴിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് ഈഗിൾ. ഈഗിൾ എന്താണ്? ബീക്ക്, നെയില്, ലെഗ് അല്ലേ. അതിന് ഹാർഡായിട്ടുള്ള ലെഗും നല്ല മൂർച്ചേറിയ നെയിലും നഖങ്ങളും ബീക്കൊക്കെ ഉണ്ട് അല്ലേ. നെക്സ്റ്റ് ഫ്രോഗ്. ഫ്രോഗ് എങ്ങനെയാണ്? ടങ് ഉപയോഗിച്ചിട്ടാണല്ലേ ഇരയെ പിടിക്കുന്നത്, നാവ് ഉപയോഗിച്ചിട്ടാണല്ലേ. നെക്സ്റ്റ് എന്താണ്? ലയൺ. ലയൺ എന്താണ്? ലയൺ നല്ല കൂർത്ത നഖങ്ങളും നല്ല മൂർച്ചേറിയ പല്ലുകളും ഉണ്ടല്ലേ. ടീത്തും നെയിലും വെച്ചിട്ടാണ് ആര് ഇരയെ പിടിക്കുന്നത്? ലയൺ. Carnivores use their sharp nails to attack their prey. They use their sharp pointed teeth to bite or tear their prey. എന്താ ചെയ്യുന്നത്? കാർണിവോഴ്സ് അവരെ കൂർത്ത നഖങ്ങളും പല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇരയെ ആക്രമിക്കുന്നത്. എന്നിട്ട് എന്താണ് അവരെ ആ കൂർത്ത പല്ലുകളൊക്കെ വെച്ചിട്ട് അതിനെ കടിച്ച് ചീന്തി ആണ് അവർ ഭക്ഷിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് കാർണിവോഴ്സ് ബേർഡ്സ് ക്യാൻ ഈറ്റ് ദെയർ പ്രേ വിത്ത് ദെയർ സ്ട്രോങ് ആൻഡ് ഷാർപ്പ് ബീക്സ്. എന്നാണ് മാംസാഹാരികളായ പക്ഷികൾ എന്താണ് അവരെ സ്ട്രോങ് ആൻഡ് ഷാർപ്പായ ബീക്ക് കൊണ്ട് എന്താണ് ഇരയെ കൊത്തിയെടുത്ത് കഴിക്കും. സ്ട്രോങ് ലെഗ്സ് ആൻഡ് ദെയർ ഷാർപ്പ് ബെൻ ക്ലോസ് ഹെൽപ്പ് ടു ദം ഗാദറിങ് ഫുഡ്. അവരെ ഈ സ്ട്രോങ് ലെഗും ഷാർപ്പ് ആയിട്ടുള്ള ലെഗൊക്കെ കൊണ്ടാണ് അവർ എന്താണ് ആഹാരങ്ങൾ ശേഖരിക്കുന്നതും സമ്പാദിക്കുന്നതൊക്കെ. ദ സ്ട്രക്ചർ ഓഫ് ദി ടീത്ത് ഓഫ് ഹെർബിവോഴ്സ് ഈസ് സ്യൂട്ടഡ് ടു ചോപ്പ് ഹാൻഡ്സ് ആൻഡ് പാർട്സ്. എന്താണ് സസ്യാഹാരികളായ ആനിമൽസിന് എന്താണ് അവരെ അതിനനുയോജ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ ചവച്ചരയ്ക്കാൻ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെയാണ് അവർക്കുള്ളത്. മെനി ഫോംസ് വൺ ലൈഫ്. Mitra was playing in the courtyard. There were some light yellow pearly object in a plant. Mitra called her mother. Mother looked at the leaves. എന്താണ് മിത്ര മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഒരു ലൈറ്റ് യെല്ലോ ആയിട്ടുള്ള മുത്തുകൾ പോലുള്ള ഒരു ഒബ്ജക്റ്റ് എന്തിൽ കണ്ടു? ഒരു ഇലയിൽ കണ്ടു അല്ലേ, ഒരു പ്ലാന്റിൽ കണ്ടു. മിത്ര അവളെ അമ്മേനെ വിളിച്ചിട്ട് ഇല കാണിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ എഗ്സ് ഓഫ് എ ബട്ടർഫ്ലൈ ഡിയർ. അപ്പോൾ എന്താണ് അമ്മ പറയുന്നത്? ഇത് ഒരു പൂമ്പാറ്റയുടെ മുട്ടകളാണ്. ഷീ വെയിറ്റഡ് ഈഗർലി ടു സീ ദ ബട്ടർഫ്ലൈ കമ്മിങ് ഔട്ട് ഓഫ് ദി എഗ്. എന്താണ് അവൾ ആകാംക്ഷയോടെ കാത്തിരുന്നു ബട്ടർഫ്ലൈ മുട്ടയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കാണാൻ. വാട്ട് ഈസ് സർപ്രൈസ്, ഷീ സോ ഓൺലി വേംസ്. പക്ഷെ എന്താണ് അവളെന്താ കണ്ടത്? പുഴുക്കളെയാണല്ലേ കണ്ടത്. മോം, ആർ ദേ റിയലി നോട്ട് ദ എഗ് ഓഫ് ദി ബട്ടർഫ്ലൈസ്? ഇത് ബട്ടർഫ്ലൈസിൻ്റെ എഗ്ഗ് തന്നെയാണോ? അപ്പോൾ എന്താണ് അമ്മ പറയുന്നത്? ദീസ് വേംസ് വിൽ ബിക്കം ബട്ടർഫ്ലൈസ് ഡിയർ. ഇറ്റ് ഈസ് കോൾഡ് ലാർവ. എന്താണ് ഈ പുഴുക്കളാണ് എന്തായി തീരുന്നത്? ബട്ടർഫ്ലൈസ് ആയി തീരുന്നത്. ഈ പുഴുക്കളെ പറയുന്ന പേരാണെന്ത്? ലാർവ. മിത്ര ബിക്കം ക്യൂരിയോസ്. ഷീ ടുക്ക് ഫോട്ടോസ് ഓഫ് ചേഞ്ചസ് ഹാപ്പനിങ് ടു വേം ഇൻ ദ ഫോളോയിങ് ഡേയ്സ്. എന്താണ് മിത്രയ്ക്ക് ക്യൂരിയോസ് ആയില്ലേ, ആകാംക്ഷയായി. എന്താണ് അവൾ ഇതിൻ്റെ ഓരോ ചേഞ്ചസും ഫോണിൽ എന്താ ചെയ്തു? ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഒബ്സർവ് ദ പിക്ചേഴ്സ്. ഫൈൻഡ് ഔട്ട് ദ നെയിംസ് ഓഫ് ഈച്ച് സ്റ്റേജസ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫ്യൂച്ചേഴ്സ് ഇൻ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. എന്താ പറയുന്നത്? ഇവിടെ കാണുന്ന ഈ പിക്ചേഴ്സ്
കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ ഓരോ പൂമ്പാറ്റ ഉണ്ടാവുന്ന ഓരോ സ്റ്റേജസും എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, ഇവിടെ എന്താ പറയുന്നത്, നമ്മൾ ആ ഒരു പേൾ ഒബ്ജക്റ്റ് കണ്ടു അല്ലേ, ഒരു പേള് ഒബ്ജക്റ്റ് കണ്ടു. അതെന്താണ്, എഗ്ഗാണ് അല്ലേ, ബട്ടർഫ്ലൈൻ്റെ എഗ്ഗാണ്. ഇനി അതെന്തായി തീരും, അത് പുഴുവാകുമ്പോൾ അതിനെ മിത്രയുടെ അമ്മ എന്താ പറഞ്ഞു കൊടുത്തത്, ലാർവ അല്ലേ. നെക്സ്റ്റ് ലാർവ എന്തായി തീരും, അതൊരു കൂട് കൂട്ടിയിട്ട് ഒരു പ്യൂപ്പ എന്ന് പറയുന്ന സാധനമായി തീരും. എന്നിട്ടാണ് ലാസ്റ്റ് എന്തായി തീരുന്നത്, അത് വളർന്നിട്ട് ഒരു ബട്ടർഫ്ലൈ ആയി മാറുന്നത്. If you observe the bottom of the curry leaves and other plants, you can find butterfly eggs sticking there. എന്താ പറയുന്നത്, നമ്മുടെ ചുറ്റുള്ള കറി ലീവ്സിലെ, കറിവേപ്പിലയുടെ മരത്തിലോ അല്ലെങ്കിൽ വേറെ ചെടികളിലോ ഒക്കെ നോക്കിയാൽ ഇതുപോലെ ബട്ടർഫ്ലൈൻ്റെ എഗ്സ് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാ കൂട്ടുകാരും അത് നോക്കണം, ഒബ്സർവ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, കളർ ദ ബട്ടർഫ്ലൈ. ഇവിടെ ഒരു ബട്ടർഫ്ലൈൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്, അതിനെന്താണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കൊടുക്കണം. ഓക്കെ, observe these butterflies. Aren't the designs on the wings the same? How about the butterflies that you colored? അല്ലേ, രണ്ട് ചിറകുകളിലെ ഡിസൈൻ ഒരുപോലെയാണോ? അതെ അല്ലേ. How about the butterfly that you colored? നിങ്ങൾ കൊടുത്ത ബട്ടർഫ്ലൈക്കും അതുപോലെയാണോ? Do the wings of all butterflies look like this? എല്ലാ ബട്ടർഫ്ലൈൻ്റെയും രണ്ട് ചിറകുകളും ഒരുപോലെയാണോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒബ്സർവ് ദ ബട്ടർഫ്ലൈസ് ഇൻ യുവർ സറൗണ്ടിങ്സ്. നിങ്ങളെ ചുറ്റുപാടുള്ള പൂമ്പാറ്റകളൊക്കെ ഇതുപോലെയാണോ എന്ന് നിങ്ങൾ നിരീക്ഷിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് ക്ലാസ്സിൽ അവതരിപ്പിക്കണം. ഓക്കെ, ഇവിടെ ഒരു കോൺവെർസേഷൻ കാണുന്നുണ്ടോ? എന്താണ് ആ ഗേള് പറയുന്നത്? ഈച്ച് ക്ലാസ് ഓഫ് ബട്ടർഫ്ലൈ ഈസ് ഗിവൺ നെയിംസ് ടു ഐഡൻറ്റിഫൈ ദം. ഓരോ പൂമ്പാറ്റകൾക്കും അവയ്ക്ക് തിരിച്ചറിയാൻ ഓരോ പേരുകളുണ്ട്. അപ്പോൾ ബോയ് എന്താ പറയുന്നത്, ഹോ ഡു ബട്ടർഫ്ലൈസ് ഹാവ് നെയിംസ്? പൂമ്പാറ്റകൾക്കും പേരുകളുണ്ടോ? ഇവിടെ രണ്ട് പൂമ്പാറ്റകളെ പേര് താഴെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, കോമൺ ജെസിബലും കോമൺ ഗ്രാസിയെല്ലോയും. ദി ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ കേരളം ഈസ് സൗത്തേൺ ബേർഡ് വിങ്. എന്താണ്, കേരളത്തിലെ ഏറ്റവും വലിയ പൂമ്പാറ്റയെ പറയുന്ന പേരാണെന്ത്, സൗത്തേൺ ബേർഡ് വിങ്, ഗരുഡശലഭം അല്ലേ. ആൻഡ് ദ സ്മോളസ്റ്റ് ഈസ് ഗ്രാസ് ജ്വൽ. എന്നാണ് ഏറ്റവും ചെറിയ ശലഭത്തിന് പറയുന്നതോ, ഗ്രാസ് ജ്വൽ അല്ലേ, രത്നനീലി. ദ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഓഫ് കേരളം ഈസ് മലബാർ ബാൻഡഡ് പീകോക്ക്, ബുദ്ധമയൂരി. എന്താണ്, കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം ഏതാണ്, ബുദ്ധമയൂരി ആണ്. ദ പിക്ചേഴ്സ് ഓഫ് സം ബട്ടർഫ്ലൈസ് ഫൗണ്ട് ഇൻ യുവർ സറൗണ്ടിങ്സ് ആർ ഗിവൺ ബിലോ. നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന കുറച്ച് പൂമ്പാറ്റകളുടെ പിക്ചേഴ്സ് തന്നിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്, ടൈനി കോസ്റ്റർ, കോമൺ പൈററ്റ്, ബ്ലൂ ടൈഗർ, ക്രിസ്മൺ റോസ്, ലെമൺ പാൻസി ആൻഡ് കോമൺ മോർമോൺ. ഇവയൊക്കെയാണ് അല്ലേ. ഇതുപോലെ ഒബ്സർവ് ദ ബട്ടർഫ്ലൈസ് ഇൻ യുവർ സറൗണ്ടിങ്സ്, ഫൈൻഡ് ദർ നെയിംസ് ആൻഡ് റൈറ്റ് ദം. ഇതുപോലെ ഒരുപാട് പൂമ്പാറ്റകൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ഇനിയുണ്ട്, അവയുടെ പേരുകൾ കണ്ടെത്തി എഴുതണം. Butterflies depend on plants in two ways, for laying eggs and for food. പൂമ്പാറ്റകൾ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെടികളെ ആശ്രയിക്കുന്നത്. എന്തൊക്കെയൊക്കെയാണ്, അവയ്ക്ക് മുട്ടയിടാനും ഫോർ ഫുഡിന് വേണ്ടിയിട്ടും. ദ കോമൺ മോർമോൺ ബട്ടർഫ്ലൈ, നാരകക്കാളി, യൂഷ്വലി ലൈസ് എഗ്സ് ഓൺ സിട്രസ് പ്ലാന്റ്, നാരകം, ആൻഡ് ദ ഓറഞ്ച് ബെറി പ്ലാന്റ്, പാണൽ. എന്താണ്, നാരകക്കാളി എന്ന് പറയുന്ന കോമൺ മോർമോൺ ബട്ടർഫ്ലൈ എവിടെയാണ് മുട്ടയിടുന്നത്, നാരങ്ങ മരത്തിലും പാണൽ ചെടിയിലുമാണ്. Their larvas eat the leaves of these plants. ഇതിൻ്റെ ഇലകളാണ് ഇതിൻ്റെ ലാർവകൾ കഴിക്കുന്നത്. When they become butterflies, they find nectar from the flowers of hibiscus, white orchid tree and morning breeze plant. എന്താണ്, ഇവർ പിന്നെ പൂമ്പാറ്റകളായി കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണ് തേൻ കുടിക്കുന്നത്, ചെമ്പരത്തി പൂവിന്നും ഓർക്കിഡ് പൂവിന്നും മന്ദാരം പോലുള്ള ചെടികളിൽ നിന്നാണ്. ഗ്രോ പ്ലാന്റ്സ് ലൈക്ക് പഗോഡ ഫ്ലവർ, കൃഷ്ണകിരീടം, റാറ്റിൽ വീഡ്, കിലുക്കി, കറി ലീഫ് പ്ലാന്റ്, സിട്രസ്, ഒലാൻഡർ, അരളി, that attract butterflies in your school's biodiversity garden. Observe that types of butterflies come to the garden. എന്താ പറയുന്നത്, കൃഷ്ണകിരീടം, കിലുക്കി, കറിവേപ്പ്, നാരങ്ങ മരം, അരളി പോലുള്ള ചെടികൾ നിങ്ങളുടെ സ്കൂളിലെ ഗാർഡനിൽ വെച്ച് പിടിപ്പിച്ചിട്ട് അവിടെ ഏതൊക്കെ പൂമ്പറ്റകളാണെന്ന് വരുന്നത് നിരീക്ഷിക്കണം. ഹൗ മെനി വെറൈറ്റീസ് ഓഫ് ക്രിയേച്ചേഴ്സ് ആർ അറൗണ്ട് us? നമ്മുടെ ചുറ്റും ഒരുപാട് ജീവികൾ ജീവിക്കുന്നുണ്ടല്ലേ. വേർ ഡു ദേ ലിവ്? അവരൊക്കെ എവിടെയാണ് ജീവിക്കുന്നത്? ഫോറസ്റ്റ്, റിവർ, പോണ്ട്, ഇനിയോ ഗ്രാസ് ലാൻഡ്, സീ, ഇനിയോ ഗാർഡൻ അല്ലേ. ഗാർഡനിലും കടലിലും പുൽത്തകിടിയിലൊക്കെ ആയിട്ട് ഒരുപാട് ക്രിയേച്ചേഴ്സ് ജീവിക്കുന്നുണ്ടല്ലേ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദേ ബിക്കം എക്സിൻറ്റ്? ഇവരൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് അല്ലേ. ദ എർത്ത് ബിലോങ്സ് ടു എവറി വൺ ഡസൻറ്റ് ഇറ്റ്? ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണല്ലേ.
വാട്ട് ക്യാൻ വി ഡു ടു പ്രൊട്ടക്ട് ദ സറൗണ്ടിങ്സ് വേർ ദീസ് ക്രിയേച്ചേഴ്സ് ലിവ്? ഈ ജീവികളൊക്കെ ജീവിക്കുന്ന ചുറ്റുപാട് നമുക്ക് എങ്ങനെയൊക്കെ സംരക്ഷിക്കാം? ഡോണ്ട് ത്രോ വേസ്റ്റ് അല്ലേ? അവർ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വേസ്റ്റുകളൊന്നും വലിച്ചെറിയരുത്. ഡോണ്ട് പൊല്യൂട്ട് വാട്ടർ അല്ലേ? എന്താണ്? വെള്ളം മലിനമാക്കരുത്. സ്റ്റോപ്പ് ഡിഫോറസ്റ്റേഷൻ, എന്താണ്? മരങ്ങളൊന്നും വെട്ടി നശിപ്പിക്കരുത്. നെക്സ്റ്റ് എന്താണ്? പ്ലാന്റ് ട്രീസ് അല്ലേ? മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്രിയേച്ചേഴ്സിനെയൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. മിത്ര ഒബ്സർവ് ദ ബോഡി ഫീച്ചേഴ്സ് ആൻഡ് ഫുഡ് ഹാബിറ്റ് ഓഫ് ദി ഡൊമസ്റ്റിക് ആനിമൽസ് ലൈക്ക് ക്യാറ്റ് ആൻഡ് ഗോട്ട് ആൻഡ് റോട്ട് ദം ഇൻ ദ ടേബിൾ. ആഡ് മോർ ഡീറ്റെയിൽസ് ഇൻ ദ ടേബിൾ. എന്താ പറയുന്നത്? മിത്ര ഡൊമസ്റ്റിക് ആനിമൽസ് ആയിട്ടുള്ള ക്യാറ്റിൻ്റെയും ഗോട്ടിൻ്റെയും ബോഡി ഫീച്ചേഴ്സും ഫുഡ് ഹാബിറ്റും എന്ത് ചെയ്തിട്ടുണ്ട്? പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. അതിലേക്ക് കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കണം. അതാണ് പറയുന്നത്. ഓക്കെ, ക്യാറ്റിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഈറ്റ് മീറ്റ് അല്ലേ? ഈറ്റ്സ് മീറ്റ് അല്ലേ? ക്യാറ്റ് എന്താണ്? ഇറച്ചിയാണ് കഴിക്കുന്നത്. പിന്നെ എന്താ എഴുതിയത്? ഹാസ് ഷാർപ്പ് നെയിൽസ് ഓൺ ഫീറ്റ്. അതിൻ്റെ കാലിൽ എന്തുണ്ട്? കൂർത്ത നഖങ്ങളുണ്ട് അല്ലേ? ഇനി നമ്മൾ എന്താ എഴുതി കൊടുക്കുക? ഇറ്റ് ഹാസ് തിക്ക് ഹെയർ ഓൾ ഓവർ ഇറ്റ്സ് ബോഡി. എന്താണ്? ക്യാറ്റിൻ്റെ ദേഹത്ത് എന്തുണ്ട്? രോമങ്ങളുണ്ട് അല്ലേ? നെക്സ്റ്റ് എന്ത് എഴുതും? ഇറ്റ് ഹാസ് ലോങ് ടെയിൽ. പൂച്ചയ്ക്ക് നീളമുള്ള വാലുണ്ട് അല്ലേ? ഇനി ഗോട്ടിൻ്റെ ടേബിളിൽ എന്താണ്? ഈറ്റ്സ് പ്ലാന്റ് പാർട്സ്. ഗോട്ട് എന്താണ്? ഇലകളൊക്കെയാണ് കഴിക്കുന്നത് അല്ലേ? ഡസൻ ഹാവ് ഷാർപ്പ് നെയിൽസ് ഓൺ ഫീറ്റ്. ആടിന് എന്താണ്? കൂർത്ത നഖങ്ങളൊന്നും കാലിൽ ഇല്ല അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തും? ഇറ്റ് ഹാസ് ടൈനി ടെയിൽ. ആടിന് എന്താണ്? ചെറിയൊരു വാലാണല്ലേ ഉള്ളത്. നെക്സ്റ്റ് എന്ത് ചെയ്തും? ഇറ്റ് ഹാസ് ഹോൺസ്. എന്താണ്? ഹോൺസ് എന്ന് പറഞ്ഞാൽ കൊമ്പുകളില്ലേ? ആടിന് എന്തുണ്ട്? 2 കൊമ്പുകളുണ്ട്. ഫൈൻഡ് ദ സീ ക്രിയേച്ചേഴ്സ് ഹിഡൻ ഇൻ ദ പിക്ചർ ഗിവൺ. റൈറ്റ് ദെയർ നെയിംസ്. എന്താ പറയുന്നത്? താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ കുറച്ച് കടൽ ജീവികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അവയെ കണ്ടെത്താനാണ്. ഇവിടെ ആരൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ ഒരു ഡോൾഫിൻ ഉണ്ട്, ഇവിടെ ഒരു സീ ഹോഴ്സ് ഉണ്ട്, ഇതാ ഒരു സ്റ്റാർ ഫിഷ്, ഇതാ ഇവിടെ ഒരു ഒക്ടോപ്പസിനെ കണ്ടോ? അങ്ങനെ ഒരുപാട് ജീവികൾ ഇനി അതിലുണ്ട്. കൂട്ടുകാർ അതൊക്കെ കണ്ടെത്തണം. ഇൻ വിച്ച് കാറ്റഗറി ഡസിൻ ദ ഡക്ക് ബിലോങ്സ് ടു അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഫുഡ് ഹാബിറ്റ്? ഫുഡ് കഴിക്കുന്ന രീതി അനുസരിച്ച് ഡക്ക് ഏത് കാറ്റഗറിയിലാണ് വരിക? നമ്മൾ പഠിച്ചു അല്ലേ? ഡക്ക് എന്താ പറയുക? പ്ലാന്റ്സും കഴിക്കും. ബോത്ത് ഈറ്റ്സ് പ്ലാന്റ്സ് ആൻഡ് മീറ്റ് അല്ലേ? അപ്പോൾ എന്താണ്? ഓംനിവേഴ്സ് ആണ്. ഇഫ് ദ ഡക്ക് വാസ് എ കാർണിവർ ലൈക്ക് ദ ഈഗിൾ, വാട്ട് ദ ബോഡി ഫീച്ചർ വിൽ ഇറ്റ് ഹാവ്? ഡ്രോ ആൻഡ് ആഡ് ദം. എന്താ പറയുന്നത്? താറാവ് ഒരു പരുന്തിനെ പോലെ ഇര പിടിക്കുക ആയിരുന്നെങ്കിൽ അതിന് എന്തെല്ലാം ബോഡി ഫീച്ചേഴ്സായും മാറ്റം ഉണ്ടാവുക? അപ്പോൾ അത് ഈ താറാവിൻ്റെ താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ നമ്മൾ വരച്ചു ചേർക്കണം. എന്തെല്ലാം ബോഡി ഫീച്ചേഴ്സിലാണ് ചേഞ്ചസ് വരിക? നല്ല ഷാർപ്പായിട്ടുള്ള ബീക്ക് വരും അല്ലേ? ഈഗിളിന് ഷാർപ്പായിട്ടുള്ള ബീക്കാണ്. പിന്നെ എന്താണ്? സ്ട്രോങ് ലെഗാണ് അല്ലേ? അതിൽ ഷാർപ്പായിട്ടുള്ള നെയിൽസും ഒക്കെ വരും. അപ്പോൾ എല്ലാ മക്കളും ഈ ഫീച്ചേഴ്സൊക്കെ ഈ ഡക്കിൽ വരച്ച് ചേർക്കണം. ഇനി എന്താ ഉള്ളത്? എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടല്ലേ? ഫസ്റ്റ് വൺ എന്താണ്? ആർ ദ ബട്ടർഫ്ലൈസ് അറൗണ്ട് അസ് ഓഫ് ദി സെയിം സൈസ് ആൻഡ് കളർ? ഒബ്സർവ് ദി ബട്ടർഫ്ലൈസ് ഇൻ യുവർ സറൗണ്ടിങ്സ് ആൻഡ് ഫൈൻഡ് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. എന്താണ് പറയുന്നത്? നമ്മുടെ ചുറ്റുപാടുമുള്ള പൂമ്പാറ്റകളൊക്കെ ഒരേ വലിപ്പത്തിലും കളറിലുമാണോ കാണുന്നത്? അല്ലല്ലോ. ഒബ്സർവ് ദ ബട്ടർഫ്ലൈസ് ഇൻ യുവർ സറൗണ്ടിങ്സ്. നമ്മുടെ ചുറ്റുപാടുള്ള പൂമ്പാറ്റകളെ കണ്ടെത്തിയിട്ട് എന്താ ചെയ്യേണ്ടത്? അവരുടെ സാമ്യതകളും വ്യത്യാസങ്ങളും കണ്ടെത്തണം. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അവരെ പിക്ചർ കളക്ട് ചെയ്തിട്ട് ഒരു ആൽബം തയ്യാറാക്കണം. സെക്കൻഡ് എന്താണ്? വിസിറ്റ് എനി വൺ പ്ലേസ് ലൈക്ക് പോണ്ട്, ഫീൽഡ്, ഫോറസ്റ്റ് ഓർ ഗ്രാസ് ലാൻഡ് നിയർ യുവർ സ്കൂൾ. നമ്മുടെ സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തുള്ള കുളത്തിലോ പാടത്തോ കാട്ടിലോ അല്ലെങ്കിൽ പുൽത്തകിടിയിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യണം? ഒന്ന് പോയി നോക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? റൈറ്റ് ദ നെയിംസ് ഓഫ് വേരിയസ് ക്രിയേച്ചേഴ്സ് യു ഐഡൻറ്റിഫൈ. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ജീവിനെ കാണുന്നുണ്ടോ നോക്കുക. എന്നിട്ട് എന്താ ചെയ്യുക? പ്രിപ്പയർ ആൻ ഒബ്സർവേഷൻ നോട്ട് ഓൺ എനി 2 ഓഫ് സച്ച് ക്രിയേച്ചേഴ്സ്. എന്നിട്ട് അവിടെ കണ്ട ഏതെങ്കിലും 2 ക്രിയേച്ചേഴ്സിനെ കുറിച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. നിങ്ങൾ നിരീക്ഷിച്ച 2 ക്രിയേച്ചേഴ്സിനെ കുറിച്ച് നോട്ട്ബുക്കിൽ എഴുതണം. അപ്പോൾ നമ്മുടെ EVSൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ ടു ദ വേൾഡ് ഓഫ് ആനിമൽസിലെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും
ക്ലാസ് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു.